ഹായ് ഫ്രണ്ട്സ്, LCM ആൻഡ് HCF അഥവാ ലസാഗു ആൻഡ് ഉസാഗ എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3-ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6-ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8-ഉം ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ തന്നിരിക്കുന്നതിൽ ഏതാണ്? 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതോ ഒരു നമ്പർ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ ആയിട്ട് കിട്ടും. ആ നമ്പറിനെ തന്നെ 12 കൊണ്ട് ചെയ്താൽ 6 ആയിരിക്കും റിമൈൻഡർ കിട്ടുക. ആ നമ്പറിനെ 14 കൊണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? റിമൈൻഡർ 8 കിട്ടും. ആ നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് നമ്മുടെ ഫോർമുല. എന്താണ്? ഹരിക്കുന്ന സംഖ്യ ഏതാണോ അവരുടെ LCM കണ്ടുപിടിക്കുക മൈനസ് പൊതുവ്യത്യാസം. ഓക്കെ, പൊതുവ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന 9-ഉം 3-ഉം തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ 12-ഉം 6-ഉം തമ്മിലുള്ള വ്യത്യാസം, 14-ഉം 8-ഉം തമ്മിലുള്ള വ്യത്യാസം, അതിനെയാണ് പൊതുവ്യത്യാസം എന്ന് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഹരിക്കുന്ന നമ്പേഴ്സിന്റെ എന്ത് കണ്ടുപിടിക്കണം? LCM കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ഹരിക്കുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 9, 12, 14 ആണ്. ഇവിടെ കിട്ടിക്കുന്ന 3, 6, 8 എന്ന് പറഞ്ഞാൽ ശിഷ്ടമാണ് കേട്ടോ, മാറിപ്പോവരുത്. LCM എടുക്കേണ്ടത് ഹരിക്കുന്ന സംഖ്യകളുടെ വേണം LCM കാണാനായിട്ട്. അപ്പൊ ഇവിടെ LCM ഓഫ് 9, 12, 14 നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ 9, 12, 14 നമുക്ക് ഏത് കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. 2 കൊണ്ടും ചെയ്യാം, 3 കൊണ്ടും ചെയ്യാം. ഇപ്പൊ ഞാൻ 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 അതുപോലെ എഴുതുക. 2-ൽ 12 6 ടൈംസ് ആണ്, 2-ൽ 14 7 ടൈംസ് ആണ്. ഇനി 9-ഉം 6-ഉം നമുക്ക് 3-ൽ ചെയ്യാം അല്ലെ? 3-ൽ ചെയ്യുമ്പോൾ 3-ൽ 3 ടൈംസ് ആണ് 9, 3-ൽ 2 ടൈംസ് ആണ് 6, 7 നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് അതുപോലെ കൊടുത്തു. 3, 2, 7 എന്ന് പറയുന്നത് ഏത് നമ്പറാ? പ്രൈം നമ്പറാണ്, അഭാജ്യ സംഖ്യയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? LCM സ്റ്റോപ്പ് ചെയ്യുക. L ഷേപ്പിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ LCM ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 × 3 × 3 × 2 × 7 കിട്ടുന്നത്. ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 252 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇനി തീർന്നില്ല, ഇനി എന്താണ്? പൊതുവ്യത്യാസം കാണണം. പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ 9-ഉം 3-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 9 - 3 6. ഇനി അതുപോലെ അടുത്തത് നോക്കിക്കേ, 12 - 6 എത്രയാണ്? അതും 6 തന്നെയാണ്. ഇനി 14-ഉം 8-ഉം തമ്മിലുള്ള വ്യത്യാസം അതും എന്ത് തന്നെയാണ്? 6 തന്നെയാണ് വരുന്നത് അല്ലെ? അപ്പോൾ പൊതുവ്യത്യാസം എത്രയാണ്? 6 ആണ് എന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? കിട്ടിയ LCM ആയിട്ട് കിട്ടിയതിന് 252 ആണ്. അതിൽ നിന്ന് നമ്മുടെ പൊതുവ്യത്യാസമായ 6 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സോ ആൻസർ 246 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 246 ആയിരിക്കും. ഓപ്ഷൻ B ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക? പഠിച്ച് തന്നെ വെക്കുക. അല്ലെങ്കിൽ ഓരോ ഓപ്ഷനായിട്ട് എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അത് ടൈം കുറച്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ ഹരിക്കുന്ന സംഖ്യകളുടെ LCM കാണുക, എന്നിട്ട് ഇവരുടെ പൊതുവ്യത്യാസവും കണ്ടുപിടിച്ചിട്ട് രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമ്മുടെ നമ്പർ കിട്ടും. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്